ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കച്ചവടയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീഫ് സ്റ്റേക്ക് ആണ് കേട്ടോ. ഇത് ഞാൻ അധികം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്, അധികം നല്ല ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ലാത്തൊരു സാധനമാണ്. പിന്നെ കഴിച്ചിട്ടുള്ളത് ജീവിതത്തിൽ രണ്ട് വട്ടം മാത്രം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്ത് നോക്കാം. നമുക്ക് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ വേവിനെ പറ്റിയിട്ട്, അതിൻ്റെ ടൈം ഡ്യൂറേഷൻ, അതിനെ പറ്റിയിട്ട് എല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേക്കും ഉള്ളൊരു നെർവസ്നെസ് ഉണ്ടല്ലോ, അതെനിക്ക് ശരിക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ബീഫ് സ്റ്റേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് അവരുടെ ബേസിക് ഒരു റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് എന്തായാലും എബ്രോഡൊക്കെ കിട്ടുന്ന പോലെ അങ്ങനെ ഒരു പാക്കിങ്ങിൽ നമുക്ക് ബീഫ് സ്റ്റേക്ക് എന്ന് വെച്ചാൽ കിട്ടത്തില്ല. പകരം അവർ സാധാരണ ഒരു വലിയ പീസ് കട്ട് ചെയ്ത് തരിക, അത്ര മാത്രമാണ് ചെയ്യണം. സോ അതിന് വലിയ ഷേപ്പ് ഒന്നും നിങ്ങൾ നോക്കരുത്. പക്ഷെ ഇതിൻ്റെ തിക്നെസ് പറയുന്നത് ഐഡിയലി 1 ഇഞ്ച് 1 to 1.5 ഇഞ്ച് തിക്നെസ് ആണ് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ. കാരണം സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കുക്കിംഗ് ടൈം കൂടിക്കഴിഞ്ഞാൽ അതുണ്ടാവും വളരെ റബ്ബറിഷോ ഒരു റബ്ബറി ടെക്സ്ചർ വരും. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നതിന്, കുക്കിംഗ് തുടങ്ങുന്നതിന് ഒരു 30 മിനിറ്റ്സ് മുന്നെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് റൂം ടെമ്പറേച്ചറിലാവുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് വയ്ക്കുക. ഇപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, ബീഫ്. അത് നല്ല ഒരു പീസ് നോക്കി നമ്മൾ അതിനെ പറ്റിയിട്ട് വായിച്ച് നോക്കി നിങ്ങൾക്ക് ഒരുപാട് അറിയാൻ പറ്റും. ഞാൻ വായിച്ചിട്ട് വെച്ചിട്ട് ലോവർ ബെല്ലി ഏരിയയിലെ പീസസ് ആണ് നല്ലതെന്നാണ് കേട്ടത്. സോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ പീസസ് സെലക്ട് ചെയ്തെടുക്കാം. എല്ലാം അതിലാണ് എടുക്കുന്നത്. മീറ്റ് നമ്മൾ എടുക്കുന്നത് നല്ലതാണെങ്കിൽ നമ്മുടെ റിസൾട്ട് നന്നായിട്ട് വരുന്നതെന്നാണ് എക്സ്പീരിയൻസ് ഉള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് സീസണിങ് യൂസ് ചെയ്യുന്നത് വെറും 3 കാര്യങ്ങൾ മാത്രമാണ്, വേറെ ഒന്നും തന്നെ ഇല്ല. സോൾട്ട്, പെപ്പർ ആൻഡ് തൈം. ഓക്കെ, ഇത് 3 മാത്രമേ നമ്മൾ സീസണിങ് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഗാർലിക് എടുത്തിട്ടുണ്ട്. ഗാർലിക് ഒരെണ്ണം മുഴുവനായിട്ട് നടുക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് അങ്ങനെ 2 പീസസ്. ഓക്കെ, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്യാനായിട്ട് വൈറ്റ് സോസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക് അല്ലാണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ സോട്ട് ചെയ്യുന്നതെല്ലാം, അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ ഗ്രിൽ ചെയ്യാൻ പോകുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്നത് പാൻ ഗ്രില്ലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിഫർ ചെയ്യാം. കാരണം അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടും. ഇല്ല, നിങ്ങൾക്ക് ബട്ടറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ എടുക്കാം. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ബട്ടറാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ബോയിൽഡ് വെജിറ്റബിൾസ് എടുക്കും. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. യു ക്യാൻ ഗോ ഫോർ ബ്രോക്കോളി, ബീൻസ്. ഞാൻ പെട്ടെന്ന് ബീൻസ് ആണ്. പിന്നെ ടൊമാറ്റോസ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. ഇല്ല എന്താണ് കോളിഫ്ലവർ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഗ്രീൻ പീസ്, അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾ യൂസ് ചെയ്യാം. ഞാനിവിടെ എന്താണ് നമ്മുടെ ബീൻസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് ബീൻസ് ജസ്റ്റ് ഒന്ന് ഡയഗണലി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒന്ന് ഒരുപാട് നേരം കുക്ക് ചെയ്യാനും ആവശ്യമില്ല, എന്നാലും ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള പാല്. പിന്നെ ആവശ്യമായിട്ടുള്ളത് മൈദാമാവാണ്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. മൈദാമാവ് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് കാണിച്ചില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇനിയുള്ളത് അവിടെ കുക്കറിൽ പൊട്ടറ്റോ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് വേകുന്നുണ്ട്. മാഷ്ഡ് പൊട്ടറ്റോ ഒക്കെ ഉള്ളത്, അതെല്ലാം നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഒരു പീസ് ഞാൻ മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന്. ആദ്യം തന്നെ അതെടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ട് നന്നായിട്ട് അതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ പീസിലേക്ക് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം സോൾട്ട്, പെപ്പർ, തൈം, ഇത് 3ഉം 2 സൈഡ്സിലും നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ശരിക്കും അതൊരു 3 to 4 hours എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് മുന്നേ എടുത്ത പീസസ്. ഓക്കെ, ഈ പീസൊക്കെ ഞാൻ 3 to 4 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പാൻ എടുക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു പാൻ ഗ്രിൽഡാണ് ചെയ്യുന്നത്. സോ പാൻ എടുത്തു, അതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ടു. അതിനുശേഷം നമ്മളൊരു ഇത് വെച്ചില്ലേ നമ്മുടെ ഗാർലിക്, അത് 2 എടുത്തൊന്ന് വെച്ചു. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ബിക്കോസ് ആ ഒരു ബട്ടറിലേക്ക് ആ ഒരു ഗാർലിക്കിൻ്റെ ടേസ്റ്റൊക്കെ വരുന്ന വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീഫ് പീസ് ഒന്ന് വെച്ച് കൊടുത്ത്
ഞാനിവിടെ ചെയ്തേക്കുന്നത് ഒരു എന്താ പറയുക മീഡിയം വേ ഓഫ് കുക്കിംഗ് ആണ് ചെയ്തേക്കുന്നത്. ലൈക്ക് ഇതിൽ 3 രീതിയിൽ കുക്ക് ചെയ്യാറുണ്ട് ആൾക്കാർ. ഒന്ന് വന്നിട്ട് റെയർ മീഡിയം, ഒന്ന് വന്നിട്ട് മീഡിയം, ഒന്ന് വന്നിട്ട് വെൽഡൻ. ഇതിൽ രണ്ടാമത്തെ ഇതാണ് ഞാൻ ചൂസ് ചെയ്തത്. ബിക്കോസ് ഒരു 3 to 4 minutes വെച്ചിട്ട് ബോത്ത് സൈഡ്സ് കുക്ക് ചെയ്തെടുത്ത് മാറ്റുക. അതിനുശേഷം ഒരു 5 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. സോ ആ രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ബീഫ് സ്റ്റേക്ക് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്, ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് മാഷ്ഡ് പൊട്ടറ്റോ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ വേവിച്ചെടുത്തു. നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് ബട്ടർ, ഉപ്പ്, അതിനുശേഷം തൈമ്. നിങ്ങൾക്ക് പെപ്പർ വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് വേണ്ട. ഓക്കെ, നന്നായിട്ട് ബട്ടർ ചേർക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടണത്. സോ അതിന് ശേഷം നമുക്കങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ച് മാറ്റി വെച്ചാൽ നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോയും റെഡിയാവും. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ എടുക്കാം. അതിലേക്ക് ബട്ടർ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഗാർലിക് നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നു, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട്. അതിൻ്റെ ആ ഒരു ഗാർലിക് ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരല്പം ഉപ്പ്, അതിനൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ. പാല് ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇതുപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ബോൾഡ് വെജിറ്റബിൾസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, ബട്ടറിൽ തന്നെ ഒന്ന് ചെറുതായി സോട്ട് ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. സോൾട്ടും പെപ്പറും ചേർത്തിട്ട് നമ്മുടെ ബീൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തു. അപ്പോഴേക്കും നമ്മുടെ പ്ലേറ്റിങ്ങിനുള്ള എല്ലാ ഐറ്റംസും റെഡിയായി. പിന്നെ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് നമ്മുടെ ബീഫ് സ്റ്റേക്ക് വയ്ക്കുക, അതിലേക്ക് മാഷ്ഡ് പൊട്ടറ്റോസ്, പിന്നെ നമ്മുടെ വൈറ്റ് സോസ് അല്ലേ, വൈറ്റ് സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നമ്മൾ ഗ്രില്ല് ചെയ്താൽ യൂസ് ചെയ്ത ഒരു ഗാർലിക് ഉണ്ടല്ലോ, അതങ്ങനെ വെച്ച് കൊടുക്കാം. അത് ചിലർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ, അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതൊന്ന് അതിലേക്ക് അതൊന്ന് നമ്മുടെ ബീഫ് സ്റ്റേക്കിലേക്കൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ എടുത്ത ബീൻസ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റോ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ വട്ടവും ചെയ്യുമ്പോഴത്തേക്കും ഷർത്തിന് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. എന്ത് ഡിഷായാലും ഇപ്പോൾ ഞാനത് ഷർത്തിന് കൊടുത്തു. ഷർത്ത് കഴിച്ചു നോക്കി ആൻഡ് ഹി സെഡ് ഇറ്റ്സ് നൈസ്. അങ്ങനെ എന്തായാലും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തത് അത്രത്തോളം അങ്ങ് ഫ്ലോപ്പ് ആയില്ല, ഒരുവിധം ഓക്കെ തന്നെയായിരുന്നു. ഇറ്റ് വാസ് നൈസ് ആൻഡ് ടെൻഡർ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ വേവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ബീഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് വേവുണ്ടെന്ന് വിചാരിച്ച് വീണ്ടും കുറേ നേരം വേവിക്കില്ല കേട്ടോ. ഞാൻ സെക്കൻഡ് എടുത്ത ഒരു പീസ് വന്നിട്ട് ഞാൻ കുറച്ചുകൂടെ വേവിച്ചു, കാരണം കുഞ്ഞിനും കൂടെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് എപ്പോഴും ഒരു മൈൻഡിൽ ഓക്കെ അത് വെന്ത് കാണുമെന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ വേവിക്കാൻ വെച്ചു. ബട്ട് അത് വന്നിട്ട് കുറച്ച് കട്ടിയായിരുന്നു. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു 5 minutes റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചുമ്മാ ഒരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്തു. ഇറ്റ് വാസ് റിയലി യം. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടി. സോ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, യു വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട്. ഓക്കെ, സോ എത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കിയ കഥ. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ ടു കൾച്ചർ കഫേ ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു.